അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ 1 കപ്പ് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടതാണ്. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ അത് പരമാവധി വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെ നല്ല പോലെ ഫൈനായിട്ട് അരച്ച് എടുക്കട്ടെ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആകെ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അരഞ്ഞിട്ട് പിന്നെ അറിയാണ്ടായപ്പോൾ മിക്സി ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇങ്ങനെ ഫൈനായിട്ട് തന്നെ അരച്ച് കിട്ടണം കേട്ടോ. ഇത് ഒന്ന് മിക്സിയിൽ എടുക്കട്ടെ. ഇപ്പം ഞാൻ മിക്സിയിൽ ഇത് നല്ലത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല പോലെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പോലെ കൈ കൊണ്ട് നല്ല പോലെ ഇങ്ങനെ ബബിളാക്കാം. അങ്ങനെ നല്ല പോലെ കുഴയ്ക്കാം. കുഴയിലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായിട്ട് ഉഴുന്നുവട കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കാതെ വേണം നമുക്കിത് കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ച് പിന്നെ പതപ്പിച്ചെടുക്കാനായിട്ട്. പതക്കല്ല, അങ്ങനെ നല്ല പോലെ ഒന്ന് അഴഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ പൊടി കുഴയ്ക്കുമല്ലോ നമ്മൾ, അതുപോലെ കുഴഞ്ഞ് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു മണിക്കൂറോ അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ശേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉഴുന്നുവട നമുക്ക് കടയിലൊക്കെ മേടിച്ച് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റും ഇതിൽ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല പോലെ ഇങ്ങനെ ഉണ്ടാക്കി കുഴച്ച് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ഇഞ്ചിയും പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കുരുമുളകാണ് ഇത് മസ്റ്റായിട്ട് ഇടുക. കുരുമുളക്, പിന്നെ മല്ലിയില, വേപ്പില അങ്ങനെയൊക്കെ ഇടാം. ഒന്നും ഇടാണ്ട് കുരുമുളക് മാത്രം ചതച്ചിട്ടിട്ടാണ് ഉഴുന്നുവട അതൊക്കെ ചേർക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഇടാക്കാം. അപ്പോൾ ഞാനിത് നല്ല പോലെ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ശേഷം മാവ് കണ്ട അടിപൊളിയായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് ചതച്ചതാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഒരു ലേശം ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നല്ല പോലെ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുഴച്ച് കൊടുക്കാം. നല്ല പോലെ കണ്ട ഒരു തരി പോലും വെള്ളം ഒന്നുമില്ലാതെ തന്നെ ഇപ്പോഴും തന്നെ നല്ല കണ്ട. ഈ മാവ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. കുറച്ച് സമയം വെക്കുമ്പോഴത്തേനും മാവിൻ്റെ ഒരു പതച്ചൽ കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാവ് ഉണ്ടാക്കുക കേട്ടോ. ഉഴുന്ന് വടക്കുള്ള മാവ്. ഇത് നല്ല പോലെ ഇതാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഉഴുന്ന് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്നലെ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ പൊരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോമ്പാണ്. നോമ്പിൻ്റെ സ്പെഷ്യലാണ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഉഴുന്ന് വട ഞാനൊരു 3 മെത്തേഡിലാണ് കാണിച്ചു തരുന്നത്. നമ്മൾ അറിയാത്തവർക്കും പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം നനച്ച കൈ ഉണ്ടല്ലോ, കൈ എടുക്കുക. കൈ നനയ്ക്കുക. കൈ നനച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ഉണ്ടെടുക്കുക. ഉണ്ടെടുത്തിട്ട് ഈ കയ്യിൽ വയ്ക്കുക. കാണുന്നുണ്ടോ? കയ്യിൽ വയ്ക്കുക. അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ പരത്തി നിൽക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ പരത്തി നിന്ന് കഴിഞ്ഞാൽ ഇതാവും. അങ്ങനെ പരത്തി നിൽക്കരുത്. കാണുന്നു, അങ്ങനെ പരത്തി നിൽക്കാതെ ഒരു കുഞ്ഞ് ഓട്ട എടുത്ത് നോക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. നല്ല ഷേപ്പിൽ തന്നെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. ഈ കവർ ഉണ്ടല്ലോ, കവർ നമ്മളെ കയ്യുമ്പോൾ ഇങ്ങനെ വയ്ക്കുക. കൈ നനച്ചിട്ട് കവറൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ച് കൊടുക്കുക. എന്നിട്ടും ഇതുപോലെ തന്നെ ഒരു
ഉണ്ട പിടിക്കുക. ഈ കവറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം ഉണ്ടാക്കിയ ഉഴുന്നുവടയാണിത്. ഇത് എടുക്കാണ് കേട്ടോ. അപ്പം മറ്റേത് ഇതുപോലെ ആവണുള്ളൂ. അപ്പം മുരിഞ്ഞ് വരണം. പക്ഷെ നമ്മൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളറൊന്നും ചേർത്തിട്ടില്ല. കടയിലൊക്കെ ആകുമ്പോൾ വേറൊരു കളറായിട്ട് കിട്ടും. നമ്മളിപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുന്നതാണ് കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിൽ ഒരു ഉണ്ട വെച്ച് കൊടുക്കാം. ഇതൊക്കെ പഠിച്ചു തന്നെ മക്കൾക്കാണ് കേട്ടോ. ഇപ്പം പഠിച്ചു തന്നെ പിള്ളേർക്ക് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്യുമ്മന്നൊക്കെ കാലുമ്മന്ന് വേറിടാണ്ടാകുമ്പോൾ അവർക്ക് ദേഷ്യവും, പിന്നെ ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഉള്ള മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമ്മളില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. സിമ്പിളായിട്ട് കൈ ഇടുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ വെള്ളം പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ കൈ ഒന്നും പൊള്ളിക്കാതെ അല്ലെങ്കിൽ കൈമൊന്നും ആവാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ കവർ വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏതാ എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. നല്ല ഇതായിട്ട് തന്നെ കിട്ടും, ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ തീ കുറച്ച കാരണമാണ് ഇങ്ങനെ കളർ വരുന്നത്. കളർ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കി കൊള്ളാക്കരുത്. ഓരോന്നൊക്കെ ഉണ്ടാക്കുക. വേണ്ട തന്നെ മുരിഞ്ഞ് വന്നോളൂ. ഇതിന് നല്ലൊരു ചട്നിയോ സാമ്പാറോ ചമ്മന്തിയോ എന്താണെങ്കിലും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഉഴുന്നുവട. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലിപ്പോൾ എല്ലാവരും സവാള, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ മല്ലിയില, പുതിനൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനതൊന്നും ചേർക്കില്ല. ഉഴുന്നുവടേൻ്റെ ടേസ്റ്റ് എപ്പോഴും ആ ഒരു കുരുമുളക് കടിച്ചിട്ടുള്ള ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇഞ്ചി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളും കുക്കിങ്ങൊക്കെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് ഓരോന്നും ചുടുന്നുണ്ട്. അപ്പം ചൂട്ടോടുകൂടി കഴിക്കാനാണ് അല്ലേ ഉഴുന്നുവടയൊക്കെ ടേസ്റ്റ് ഇഷ്ടം നമുക്കെല്ലാവർക്കും. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നോമ്പായ കാരണം ചൂട്ടോട് കൂടിയിട്ട് ആ ഒരു ടൈമിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി ഞങ്ങൾ കാസ്ട്രോളിൽ വെക്കും നോമ്പ് തുറന്ന് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും നോമ്പ് കാലത്ത് ഞാനിപ്പോൾ കയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ കയ്യിൽ ഇതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു ഓട്ട തുളച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇതാക്കുന്നത്. മാവ് പെർഫെക്ഷനായാൽ നമുക്ക് കയ്യിലൊട്ടേ കാലിലൊട്ടൊന്നും ചെയ്യില്ല കേട്ടോ. അല്ലെങ്കിലാണ് നമുക്ക് കയ്യിലും കാലിലൊക്കെ കിട്ടാണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ തുള്ളി വെള്ളം ഒഴിക്കാതെ നല്ല പെർഫെക്ഷനായിട്ട് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇതായിട്ട് നമുക്ക് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടൂല. ഞാൻ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്, ഉണ്ടാക്കാനായിട്ട് അറിയൂല. എന്നാൽ ഇവർക്ക് കാണിക്കുമ്പോൾ സിമ്പിളുമാണ്, എന്നാൽ നമുക്കിട്ട് പറ്റൂല. എന്താ വെച്ചാൽ ഞാൻ അരയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചിരുന്നത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ സിമ്പിളാണ് സാധനം. നമ്മൾ അതിൻ്റെ മാതിരി അതിനൊത്തിരി ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളൊന്ന് ചെയ്താൽ മതി, വെള്ളമൊന്നും ഒഴിക്കാതെ. ഞാൻ മിക്സിയിൽ അറിയാണ്ടായപ്പോഴേ വെള്ളമൊക്കെ ഒഴിച്ചാണ് ആദ്യം അരച്ചിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ കരിമൊന്നും വേറിടാണ്ട് നമുക്ക് ആ തിന്നാനുള്ള ഇഷ്ടം തന്നെ പോവും, ഇത് ഉണ്ടാക്കേണ്ട കാര്യമാലോചിക്കുമ്പോൾ. ഇപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ ഞാനുണ്ടാക്കുന്ന അടിപൊളിയായിട്ട് വരാറുണ്ട്. എനിക്ക് സ്നാക്സിൽ ഇഷ്ടമുള്ളൊരു സാധനം ഇതാണ്. ഏത് കടയിൽ ഞാനിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അധികം ഞാനൊരു ചായയും ഒരു ഉഴുന്നുവടയാണ് അധികം ഞാൻ കഴിക്കാറ്. ഇതായുള്ള സ്നാക്സിനോടൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇതാണ് ഞാൻ ഏത് ആശുപത്രിയിൽ പോയാലും എവിടെ പോയാലും ഞാൻ കഴിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാനും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നും അല്ലേ, ഇങ്ങനെ ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് പണി പാളാറുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ ചെറിയ തീയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഉള്ളു വേവാതെ വെറുതെ ഇതാവും, അത് പാടില്ല.
പിന്നെ വല്ലാണ്ട് എണ്ണ ഒന്നും കുടിക്കുന്നില്ല. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച എണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.